ഹലോ. അപ്പോൾ ഏട്ടൻ തിരിച്ച് മസ്കറ്റിൽ പോയതിന് ശേഷം എനിക്ക് ഏട്ടൻ്റെ വീട്ടിലേക്കും തിരിഞ്ഞ് നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ കുറേ ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു, നീ വരുന്നില്ലേ വരുന്നില്ലേ എന്ന്. അപ്പോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് നേരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോലി തൃശ്ശൂരായതുകൊണ്ട് എന്നും ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞാൻ തൃശ്ശൂർ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതേ സമയമൊന്നും കിട്ടില്ല. കാരണം ഒരു 8:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് ഒരു 10 മണിയാകുമ്പോഴേക്കും ഞാൻ തൃശ്ശൂരെത്താം. അങ്ങനെ ഞാൻ അമ്മേനെ കുറച്ച് ജോലിക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുറ്റത്തിറങ്ങി. ഇത് സിസ്റ്ററുടെ മക്കളാണ്. അപ്പോൾ അവരുടെ കൂടെ കുറേ നേരം ഇരുന്നു. ഈ മരത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ നാട്ടിൽ ലാങ്കി ലാങ്കി എന്ന് പറയും. ഇതിൻ്റെ പൂവിന് ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. അതെനിക്ക് തോന്നുന്നു കാലത്തൊന്നും ഉണ്ടാവില്ല, വൈകിട്ടത്തേക്ക് ആ സ്മെല്ലുണ്ടാവുക. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. കുറേ നേരം ഒന്നുമില്ല, കുറച്ച് നേരം. കാരണം എനിക്ക് ജോലിക്ക് പോകണമല്ലോ. അങ്ങനെ ഒരു 9 മണിക്ക് ആയപ്പോഴേക്കും ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ഏട്ടൻ്റെ സിസ്റ്റർ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയരാന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ പിന്നാലെ ചാടിക്കയറിപ്പോയി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. കാരണം ബസ് വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ബസ് വന്നു. വലിയ തിരക്കൊന്നും പറയാനില്ല, പക്ഷേ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. തൃശ്ശൂർ വരെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഓഫീസിലെത്തി. പിന്നെ സാധാരണ പോലത്തെ പട്ടീഷോ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു 11:30 ആയപ്പോഴേക്കും ചായ വന്നു. അപ്പോൾ ഞാൻ ചായയുടെ കൂടെ ഒരു സുഖിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മധുരം തിന്നാനുള്ള ഒരു ആഗ്രഹം വന്നപ്പോൾ ഒരു സുഖിയൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ സുഖിയനും ചായയ്ക്ക് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോൾ അമ്മ നല്ല മീൻകറി ആക്കിയിട്ട് ചോറ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നന്നായിട്ട് കറി വയ്ക്കും കേട്ടോ. എനിക്ക് അമ്മയുടെ സാമ്പാർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ അന്ന് പയറുപ്പേരും മീൻ വറുത്തതും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഊണാണ് കേട്ടോ തന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്ക് സ്നേഹത്തോടെ തന്നു വിടുമ്പോൾ നമ്മുടെ മനസ്സും വയറും നിറയും എന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അങ്ങനെ ഞാൻ ആസ്വദിച്ച് ചോറൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേക്കും പിന്നെ വൈകിട്ടായി. നേരെ വീടെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ കടയിൽ ഈ സാധനം കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ നോർമലി വാങ്ങിച്ച എണ്ണയിലിട്ട് വറുക്കുന്നൊരു സാധനമാണ്. കുഴപ്പമില്ല, കഴിക്കാം. അപ്പോൾ അങ്ങനെ അത് കുറച്ച് കഴിച്ചു. പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും എന്തുണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനും കൂടി ആയി. അപ്പോൾ മോൻ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം സ്കൂൾ അടച്ചുകൊണ്ട് നിൽക്കാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പി നൂഡിൽസ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുണ്ടാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഈ ടോപ്പിങ്സ്. ഇത് നോർമലി നമ്മൾ പിസ്സയുടെ കൂടെ ഒക്കെ കിട്ടുന്ന ഒരു ടോപ്പിങ്സില്ലേ, അതന്നെ. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും വേറെ നിവർത്തിയില്ലെങ്കിൽ കഴിക്കാൻ എന്ന ഒരു സാധനമാണ് എനിക്ക് ഈ നൂഡിൽസ് കേട്ടോ. അങ്ങനെ ഞാനത് കുറച്ച് കഴിച്ചു. കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, എനിക്ക് എന്തോ പെട്ടെന്ന് മടിച്ചു.